ണ്ടല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും മുടങ്ങാതെ 10 സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ, നബിയേ അങ്ങയുടെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് മുടങ്ങാതെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ പേരിൽ മുടങ്ങാതെ 100 വേണ്ട, 1000 വേണ്ട, 10000 വേണ്ട, ലക്ഷം വേണ്ട, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വൈകുന്നേരം കിടപ്പറയിൽ പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യന് 10 പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞോൾ നബിയേ അവന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറയാൻ മടിക്കുന്ന സമുദായമേ, അല്ലാഹുവിന്റെ പ്രവാചകനോട് മലക്കുൽ മൗത്ത് എന്ന മലക്ക് പറയുകയാ, അസ്റായിൽ എന്ന മലക്ക് പറയുകയാ, യാ റസൂലല്ലാഹ് അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ നബിയേ? അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവൻ അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ നബിയേ? അൻഅഖ്ബിദു റൂഹഹു കമാ അഖ്ബിദുൽ അർവാഹിൽ അംബിയാ. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹുവേ ആ മനുഷ്യന്റെ മരണം എങ്ങനെയെന്നറിയുമോ? അവന്റെ സക്കറാത്തിന്റെ അവസ്ഥ എങ്ങനെയെന്നറിയുമോ? ആദം നബി മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങൾ ഉണ്ടല്ലോ, പ്രവാചകന്മാരുണ്ടല്ലോ. ആദം നബിയും നൂഹ് നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും ദാവൂദ് നബിയും യഅ്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും സുലൈമാൻ നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും ഈസാ നബി ഉൾപ്പെടെ ഈ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ എണ്ണയ്ക്കകത്ത് നൂലിട്ടിട്ട് വലിച്ചെടുക്കുന്നത് പോലെ യാ റസൂലല്ലാഹ് അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനുണ്ടല്ലോ അവന്റെ മരണവേദന കുറച്ചു കൊടുക്കും നബിയേ. അവന് മരണവേദന അധികം അറിയാത്ത രീതിയിൽ അവന്റെ റൂഹ് പിടിക്കും നബിയേ. ഇത് അല്ലാഹു തരുന്ന പ്രതിഫലമല്ലേ? പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ സ്വലാത്ത് പറയുന്ന സഹോദരാ നിന്റെ റൂഹ് മലക്കുൽ മൗത്ത് പിടിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇത് സ്വലാത്തിന്റെ മഹത്വമാണ്, ഇത് സ്വലാത്തിന്റെ മഹത്വമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, രണ്ടാമത് കടന്നു വന്നതാരെന്നറിയുമോ? മഹാനായ മീകായിൽ നബി മീകായിൽ അലൈഹിസ്സലാം. പടച്ചവനെ മീകായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ മഴ ഇടി കാറ്റ് ഇതിന്റെ ചുമതലയുള്ള മലക്കാണ് മീകായിൽ എന്ന മലക്ക്. ആ മലക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ അങ്ങയുടെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ എല്ലാ ദിവസവും മുടങ്ങാതെ അവന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 10 പ്രാവശ്യം അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിന്ന് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികൊത്തി വെച്ച് കിടന്നും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉഹുദമലിക്കുമ്പോഴും വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അന്ന് വസ്ത്രമില്ലല്ലോ, അല്ലാഹുവേ ചെമ്പിന്റെ തറയിലാണല്ലോ, ചെരുപ്പില്ലല്ലോ. പടച്ചവനെ ഒരു ചാട് മുകളിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാ. ലോകത്ത് വല്ലാത്ത വിശപ്പാ, ലോകത്തുള്ള സർവ്വ ഭക്ഷണം കടിച്ചാലും വിശപ്പ് മാറാത്ത രീതിയിലുള്ള വിശപ്പാ, എത്ര വെള്ളം കുടിച്ചാലും മാറാത്ത ദാഹമുള്ള ദിവസമോ. ആ ദിവസം അല്ലാഹുവിന്റെ കോടതിയില് ജനങ്ങൾ മുഴുവൻ
മുഴുവനും അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മുത്തുനബിയുടെ പേര് പറയുമ്പോ സ്വലാത്ത് പറയാ മടിക്കുന്ന ഇവത്തവേ, മീകായിൽ എന്ന മലക്ക് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ ഞാനും നിങ്ങളും എല്ലാവരും നിൽക്കുമ്പോ, കോടാനുകോടി ജനങ്ങൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരില് സ്വലാത്ത് പറഞ്ഞ മനുഷ്യ, മീകായിൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ കാത്തു നിൽക്കുകയാ, മീകായിൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ കാത്തു നിൽക്കുകയാ. അനാസ്കീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്, മുത്തുനബിയേ അങ്ങയുടെ പേരില് സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അവന് നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം ഞാൻ കുടിപ്പിക്കും നബിയേ. ഹൗദുൽ കൗസറിലെ വെള്ളം കൊണ്ട് മീകായിൽ എന്ന് പറയുന്ന മലക്ക് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്നെ കാത്തു നിൽക്കുകയാ. ഇത് അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായി ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതാൻ പടച്ചവനെ, സൂറന്ന കാഹളത്തിൽ ഊത്തും ചുണ്ടിന്റെ ഭാഗത്ത് പിടിച്ചിട്ട് മരുഭൂമിയിൽ കിടക്കുന്നത് പോലെ ഇങ്ങനെ കിടക്കുകയാണ് മലക്ക്. അല്ലാഹുവിന്റെ കൽപ്പന എത്തിയാൽ അതാ സൂറന്ന കാഹളത്തിൽ ഊതാൻ ആ മലക്ക് തയ്യാറായിരിക്കുകയാണ്. ഈ മലക്കാണ് മുത്തുനബിയുടെ ചാരത്ത് കടന്നു വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഏതെങ്കിലും ഒരു മനുഷ്യൻ പടച്ച റബ്ബ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ മുത്തുനബിയുടെ പേരില് 10 പ്രാവശ്യം എല്ലാ ദിവസവും സ്വലാത്ത് പറഞ്ഞാല്, മുത്തുനബിയുടെ പേരില് എല്ലാ ദിവസവും ഒരു 10 സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അനഅസ്ജുദു ലില്ലാഹി തആല മാറുഫ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. മുത്തുനബിയോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് പറയുന്നവര്, നീ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ വാപ്പ നിന്റെ മുന്നിലൂടെ പോകുന്നുണ്ട്, ഉമ്മ പോകുന്നുണ്ട്, ഭാര്യ മക്കളെ പോകുന്നുണ്ട്, കൂടെ പറപ്പും കുടുംബക്കാരും കൂട്ടുകാരും പോകുന്നുണ്ട്. ഒരു മനുഷ്യനും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുന്നില് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുകയാ, സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹു പറയുന്നു, ഇസ്രാഫീൽ എഴുന്നേക്ക്, ഇസ്രാഫീൽ എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നത്? നീ എന്തിനാണ് ഇവിടെ കിടന്ന് കരയുന്നത്? ആ സമയത്ത് പറയുന്നു, അല്ലാഹ് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരുണ്ടല്ലോ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതെ, ആ മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല. ആരാ കരയുന്നത്? ആരാ കരയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ, വല്ലാതെ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ചു ഞാനും നിങ്ങളും പോറ്റി വളർത്തുന്ന മക്കളുണ്ടല്ലോ, ആ മക്കളെ നാളെ പടച്ച റബ്ബിനോട് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് പറയുന്നു, അല്ലാഹ് ഇവിടെ നിന്നിട്ട് എന്റെ കാലു പൊള്ളുന്നു റബ്ബേ, ഈ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാലു പൊള്ളുന്നു പടച്ചവര്, എനിക്ക് ചൂട് സഹിക്കാ കഴിയുന്നില്ല തമ്പുരാനോ, അതുകൊണ്ട് എന്റെ മുമ്മാന് ഒന്ന് മലത്തി കടത്തി താ അല്ലാഹ്, ആ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന്
എന്ന് മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിനെ മലക്കുകൾ കൊണ്ടുവരുന്നത് കാണുമ്പോ മക്കള് പറയുന്നു, പടച്ച റബ്ബേ, എന്റെ പാപങ്ങൾ മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് താ അല്ലാഹ്. വാപ്പാനെ നരകത്തിലെറിഞ്ഞോ, ഉമ്മാനെ നരകത്തിലെറിഞ്ഞോ, എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യ, ഇസ്രാഫീൽ എന്ന മലക്ക് കിടന്ന് കരയുകയാണ്. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കിടന്ന് കരയുകയാ. ആർക്ക് വേണ്ടി എന്നറിയോ? നിസ്കരിച്ചവർക്ക് വേണ്ടിയല്ല, നോമ്പ് പിടിച്ചവർക്ക് വേണ്ടിയല്ല, സദക്ക കൊടുത്തവർക്ക് വേണ്ടിയല്ലോ, വഅദ് പറഞ്ഞവർക്ക് വേണ്ടിയല്ലോ, ഖുർആൻ ഓതിയവർക്ക് വേണ്ടിയല്ല, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ നിനക്ക് അല്ലാഹു പാപങ്ങൾ മുഴുവനും പൊറുത്തു തരുന്നത് വരെ ആ മലക്ക് അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമത് വരുന്ന മലക്ക് ഏതെന്നറിയുമോ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങയുടെ പേരിലോ സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹ് അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ മുന്നിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യ, സ്വലാത്ത് പറഞ്ഞ ചെറുപ്പക്കാരാ, മുത്തുനബിയുടെ പേര് പറയുമ്പോ അറിയാതെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് സ്വലാത്ത് പറയുന്ന യുവത്തവേ, ഈ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്നു ആ സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിൽ നീ എത്തുമ്പോ അനാഹിദം ബിയദിഹി വയമുറു അലാ സിറാത്ത്. മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ സലാത്ത് പറയുന്ന പെങ്ങള്, സ്വലാത്ത് പറയുന്ന യുവത്തവേ, നാളെ സിറാത്ത് എന്ന പാലത്തിൽ കാലെടുത്ത് വെക്കുമ്പോ നിന്റെ കയ്യിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പിടിക്കുകയാ. അനാഹിദം ബിയദിഹി വയമുറു അലാ സിറാത്ത് കൽബറക്കിൽ ഖാതിഫ്. അവിടുന്ന് പ്രവാചകരോട് പറയുകയാ, സലാത്ത് പറഞ്ഞ മനുഷ്യ, നിന്റെ കയ്യിൽ പിടിച്ചിട്ട് ജിബ്രീൽ എന്ന മലക്ക് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മാറ്റമുണ്ടോ? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.